ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ലാസ്റ്റ് വീഡിയോയിൽ റെസിസ്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, അതിൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ടൊക്കെ നമ്മൾ നോക്കി. ഒന്നാമത്തെ റെസിസ്റ്റർ എന്ന് പറയുന്നത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററാണ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് കാർബൺ പൗഡറും ബൈൻഡേഴ്സും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു റെസിസ്റ്റർ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് വിൻറ്റേജ് ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് നോയ്സ് കൂടുതലാണ്. ഇപ്പോഴുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടിലൊന്നും ഇത് യൂസ് ചെയ്യാറില്ല. എന്നാൽ ഇപ്പോഴുള്ള സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യാറ് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സാണ്. നമുക്കറിയാം, ഒരു സെറാമിക് സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ കാർബൺ ഫിലിംസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലാണ് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് മോൾഡ് ചെയ്തിട്ടുള്ളത്. കാർബൺ കോമ്പോസിഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നോയ്സ് കുറവാണ്. ജനറൽ ഇലക്ട്രോണിക്സിലാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിന് അക്യുറസി കുറച്ച് കുറവാണ്. ഇന്ന് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇതും സെറാമിക് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ മുകളിൽ മെറ്റൽ ഫിലിംസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ബ്ലൂ കളറിൽ കാണപ്പെടുന്ന ഈ റെസിസ്റ്റർ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇത് കുറച്ചും കൂടെ അക്യുറേറ്റ് ആണ്, നോയ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രിസിഷൻ സർക്യൂട്ടിൽ, സെൻസിങ് സർക്യൂട്ടിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയർ ആണ്. അടുത്തതെന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റർ ആണ്. ഇതും സെറാമിക് സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ മെറ്റൽ ഓക്സൈഡ് ഫിലിംസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വൈറ്റ് റെസിസ്റ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഹൈ വോൾട്ടേജ്, ഹൈ ടെമ്പറേച്ചർ സർക്യൂട്ടിലാണ് ഇത് യൂസ് ചെയ്യാറ്. മെറ്റൽ ഫിലിമുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര പ്രിസൈസ് അല്ല, അത്ര വലിയ കോസ്റ്റ്ലിയർ അല്ല ഇത്. അടുത്താണ് വയർ വൗണ്ട് റെസിസ്റ്റർ. പേര് പോലെ തന്നെ ഇതൊരു കോറിൻ്റെ മുകളിൽ റെസിസ്റ്റൻസ് വയർ വൗണ്ട് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഹൈ പവർ സർക്യൂട്ടിലും ലോഡ് സർക്യൂട്ടിലൊക്കെ, വലിയ ലോഡ് ആവശ്യമുള്ള സർക്യൂട്ടിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇതുപോലത്തെ ഈ ഒരു സിമെൻറ്റ് ടൈപ്പ് വയർ വൗണ്ട് റെസിസ്റ്റർ നമ്മൾ കോളിംഗ് ബെല്ലിൽ കണ്ടിട്ടുണ്ടാവും, 10K5-ൻ്റെ. അതുപോലെ ഇതൊരു അലുമിനിയം കേസിംഗ് ഉള്ള ഒരു വയർ വൗണ്ട് റെസിസ്റ്ററാണ്. അതുപോലെ ഇതിൻ്റെയൊക്കെ വാട്ടേജ് എന്ന് പറയുന്നത് 50 വാട്ട്സ്, 100 വാട്ട്സ് ഒക്കെയാണ്. ഇപ്പോൾ ഹൈ പവർ സർക്യൂട്ടിൽ വലിയ മോട്ടോർസിനെ ഡ്രൈവ് ചെയ്യാനും അങ്ങനത്തെ വലിയ സർക്യൂട്ടിലാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഹൈ പവർ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഹീറ്റിനെ ഇതിനെ എലിമിനേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് എക്സ്പെൻസീവുമാണ്. അപ്പോൾ ഇന്ന് കാണുന്ന പല ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമ്മൾ കണ്ടുവരുന്ന ഇതുപോലത്തെ റെസിസ്റ്ററുകളായിരിക്കും. ഇതൊരു SMD ടൈപ്പ് റെസിസ്റ്ററാണ്. സർഫസ് മൗണ്ട് ടെക്നോളജി വഴിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ തിക്ക് ഫിലിം ഉണ്ട്, തിൻ ഫിലിം ഉണ്ട്. തിക്ക് ഫിലിമാണ് കൂടുതലും കണ്ടുവരുന്നത്. ഒരു സെറാമിക് സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ തിക്ക് ഫിലിം ആയിട്ടുള്ള റെസിസ്റ്റീവ് മെറ്റീരിയൽസ് കോട്ട് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക. മറ്റു റെസിസ്റ്റേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ, ത്രൂ ഹോൾ കമ്പോണൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കോമ്പാക്റ്റ് സൈസാണ്. നമുക്ക് സൈസ് വളരെ കുറക്കാനും അതിൻ്റെ കോസ്റ്റ് കുറക്കാനും നല്ല സാധിച്ചു. അതുപോലെ നല്ല അക്യുറേറ്റുമാണ്, നോയ്സും കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ ഡിവൈസുകളെ കോമ്പാക്റ്റ് സൈസിലോട്ട് കൺവേർട്ട് ചെയ്യാനും പോർട്ടബിൾ ഇലക്ട്രോണിക്സിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത് ഇതുപോലത്തെ SMD റെസിസ്റ്ററുകളാണ് യൂസ് ചെയ്യുന്നത്. അടുത്തൊന്ന് ഫ്യൂസബിൾ റെസിസ്റ്ററാണ്. ഇപ്പോൾ നമ്മൾ ഫ്യൂസിന് പകരം ഫ്യൂസായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്ററാണിത്. ഇത് റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒരു സെറാമിക് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ മറ്റു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ മുകളിൽ സ്പ്രിംഗ് വയർ വൗണ്ട് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക. അതിന് റെസിസ്റ്റൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ സർക്യൂട്ട് നമുക്കറിയാം, ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ കറണ്ടിൻ്റെ സമയത്ത് ഇത് ഓപ്പൺ ആവുക ചെയ്യാം. പവർ സപ്ലൈ സർക്യൂട്ടിൽ, സേഫ്റ്റി പ്രൊട്ടക്ഷൻ സർക്യൂട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ SMPS സർക്യൂട്ടിലും. അതുപോലെ നമ്മുടെ വീട്ടിലെ LED ബൾബിൻ്റെ സർക്യൂട്ട് ബോർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ റെസിസ്റ്ററുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ഫിക്സ്ഡ് വാല്യൂ ആയിട്ടുള്ള റെസിസ്റ്ററുകളായിരുന്നു. എന്നാൽ ഇനിയുള്ളത് വേരിയബിൾ റെസിസ്റ്റേഴ്സാണ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അത് ചേഞ്ച് ചെയ്യാനും പല ട്യൂണിങ് സർക്യൂട്ടിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു റെസിസ്റ്ററാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. നോബിൻ്റെ അകത്തൊക്കെ ഉള്ളത് ട്രയാക്കും പൊട്ടൻഷ്യോമീറ്ററുകളുമാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൽ സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 എൻഡ് ടെർമിനൽസ് ഉണ്ടാവും. അതിൻ്റെ മിഡിൽ ടെർമിനൽ എന്ന് പറയുന്ന ഒരു വൈപ്പിംഗ് ടെർമിനലാണ്. അപ്പോൾ ഈ 2 എൻഡ് ടെർമിനൽസിൻ്റെ ഇടയ്ക്ക് വൈപ്പർ നമ്മളിങ്ങനെ ഒരു സ്ലൈഡിങ് കോൺടാക്റ്റിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ ആംഗിളിലും ഓരോ റെസിസ്റ്റർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് തെർമിസ്റ്ററാണ്. തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുക. NTC ഉണ്ട്, PTC ഉണ്ട്. NTC എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, PTC പറഞ്ഞാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ഇപ്പോൾ NTC പറയുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. PTC പറയുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. ഈ NTC നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ AC റിമോട്ടിൽ, ACയുടെ ഉള്ളിലൊക്കെ ഈ റെസിസ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ PTC പറയുന്നത് നമ്മുടെ CRT TVയിൽ ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്, റെയിൻബോ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു PTC. പിന്നെ അതുപോലെ SMPS സർക്യൂട്ടിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇൻപുട്ടിൽ ഇൻട്രസ്റ്റ് കറണ്ടിനെയൊക്കെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ.
അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു തെർമിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് LDR ആണ്, ഫോട്ടോ റെസിസ്റ്ററാണിത്. ലൈറ്റിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുക ഇതിൽ. അപ്പോൾ ഇതിൽ ഇനീഷ്യലി ഇതിൻ്റെ അടുക്കുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ലൈറ്റ് ഇതിലോട്ട് വന്ന് വീഴുന്ന സമയത്ത് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുകയും അവിടെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ പല സെൻസിങ് സർക്യൂട്ടിലും ഇപ്പോൾ ഓട്ടോമാറ്റിക് നൈറ്റ് ലാമ്പ് സർക്യൂട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം അതേപോലെ സോളാറിലും ഇതിലൊക്കെ ഇത്തരത്തിലുള്ള റെസിസ്റ്ററുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസ് നിർമ്മിച്ചിട്ടുള്ളത് സെറാമിക് സബ്സ്ട്രേറ്റ് കൊണ്ടാണ്. 2 ഇലക്ട്രോഡുകളുണ്ട്, അത് സിൽവർ കോട്ടിംഗ് ആണ്. അതിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫോട്ടോ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് കാഡ്മിയം സൾഫൈഡ് ഒക്കെ വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അതിലോട്ട് ലൈറ്റ് വന്ന് വീഴുമ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് റെസിസ്റ്ററുകളും അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസൈൻ പാരാമീറ്റേഴ്സ് നോക്കാം.